USA ടീമിനെതിരെ ഇന്ത്യ വെള്ളം കുടിച്ചിട്ടാണ് കളി ജയിച്ചത്. 18 ഓവറിലാണ് 110 റൺസ് ഇന്ത്യ മറികടന്നത്. ഇതുപോലത്തെ മോശം കളി ഇന്ത്യ ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി വീണ്ടും ഓപ്പണിംഗിൽ ഫ്ലോപ്പായി. ഗോൾഡൻ ഡക്കിലായിരുന്നു കോഹ്ലി ഇന്ന് പുറത്തായത്. സൂര്യകുമാർ ഇന്ന് കളിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ കളി തോറ്റേനെ. സെക്കൻഡ് ലാസ്റ്റ് ഓവർ വരെ കളിച്ചിട്ടാണ് ഇന്ത്യ ഇന്ന് കളി ജയിച്ചത്. അതുപോലത്തെ സ്ലോ ബാറ്റിംഗ് ആണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ട് വിരാട് കോഹ്ലിയെ ഓപ്പൺ ചെയ്യിക്കുന്നു? അദ്ദേഹത്തിന് ഓപ്പണിങ്ങിൽ കളിക്കാൻ സാധിക്കുന്നില്ല. കോഹ്ലിയുടെ പൊസിഷൻ 1 ഡൗൺ ആണ്. വീണ്ടും കോഹ്ലിയെ ഓപ്പണിങ്ങിൽ ഇറക്കി അദ്ദേഹത്തിൻ്റെ ഉള്ള ഫോം കളയരുത്. ഓപ്പണിങ്ങിൽ സഞ്ജുവും രോഹിത് ശർമ്മയും കളിക്കട്ടെ. എന്തുകൊണ്ട് സഞ്ജുവിന് ഒരു അവസരം പോലും ഇന്ത്യൻ ടീം കൊടുക്കുന്നില്ല? കോഹ്ലി 3 മാച്ചിലും ഫ്ലോപ്പായി. ഇനിയെങ്കിലും രോഹിത് ശർമ്മ മാറ്റി ചിന്തിക്കട്ടെ. സഞ്ജുവും ജയ്സ്വാളും മികച്ച പ്രതിഭയുള്ള കളിക്കാരാണ്. അവർക്കും ഒരു അവസരം കൊടുക്കുക. ഇന്ത്യൻ ടീം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ വേൾഡ് കപ്പ് സ്വന്തമാക്കില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ത്യൻ ടീമിൽ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാറ്റങ്ങൾ കൊടുക്കണം. എപ്പോഴും ഈ സെയിം പ്ലേയിങ് 11 എന്തുകൊണ്ടാണ് ഇന്ത്യ പരീക്ഷിക്കുന്നത്? ഇത് തെറ്റായ തീരുമാനമാണെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഒരുവിധം ആരാധകരും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റാത്തത്? സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പണിങ്ങിൽ വരണമെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ ജയ്സ്വാളിന് ഒരു അവസരം കൊടുക്കണം. കോഹ്ലി 3 മാച്ചിലും ഫ്ലോപ്പായി. എന്നിട്ടും രോഹിത് ശർമ്മ കോഹ്ലിക്ക് അവസരം കൊടുക്കുന്നു. കോഹ്ലിക്ക് അവസരം കൊടുത്താലും ഓപ്പണിങ്ങിൽ കളിപ്പിക്കരുതെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്ത്യയുടെ അടുത്ത മാച്ച് കാനഡയ്ക്കെതിരെയാണ്. അതുകൊണ്ട് അടുത്ത മാച്ചിൽ സഞ്ജുവിന് അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.